എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2016 NMMS പരീക്ഷയ്ക്ക് വന്ന കെമിസ്ട്രി ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. വിജയാശംസകൾ നേരുന്നു. ഒന്നാമത്തെ ചോദ്യം: Which of the following reactions will give an inflammable gas? താഴെ പറയുന്നവയിൽ ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം ഉണ്ടാകുന്നത്? ഓപ്ഷൻസ്: കോപ്പറും ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം, സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം, അമോണിയയും ജലവുമായുള്ള പ്രവർത്തനം, അലുമിനിയവും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായുള്ള പ്രവർത്തനം. ശരിയായ ഉത്തരം സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ലോഹങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ആസിഡുമായുള്ള പ്രവർത്തനം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കോപ്പറും നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നില്ല. കാരണം കോപ്പർ പൊതുവെ പ്രവർത്തനശേഷി കുറഞ്ഞ ലോഹമാണ്. ലോഹങ്ങളുടെ പ്രവർത്തനശേഷിയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ലോഹങ്ങളും ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ലോഹങ്ങളിൽ തന്നെ ക്രിയാശീലം, റിയാക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനശേഷി കുറഞ്ഞവയും കൂടിയവയുമുണ്ട്. കോപ്പർ പൊതുവെ പ്രവർത്തനശേഷി കുറഞ്ഞ ലോഹമാണ്. അതിനാൽ അത് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ അലുമിനിയം നേർപ്പിച്ച നൈട്രിക് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല. ഗാഢ നൈട്രിക് ആസിഡുമായിട്ട് പോലും അലുമിനിയത്തിന് പ്രവർത്തനമില്ല. അലുമിനിയം വെസലുകളാണ് സാധാരണയായി നൈട്രിക് ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വെസലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നൈട്രിക് ആസിഡുമായിട്ട് അലുമിനിയത്തിന് പ്രവർത്തനമില്ല. നൈട്രിക് ആസിഡ് വളരെ ശക്തിയേറിയ ഒരു ഓക്സികാരിയായതിനാൽ അലുമിനിയത്തിൻ്റെ പുറത്ത് ഒരു ഓക്സൈഡ് ആവരണം ഉണ്ടാവുകയും തുടർന്നുള്ള പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ അലുമിനിയത്തിനും ആസിഡുമായി പ്രവർത്തനമില്ല. അമോണിയ ജലത്തിൽ നന്നായി ലയിക്കുന്ന ഒരു വസ്തുവാണ്. അമോണിയ വാതകം ജലത്തിൽ ലയിക്കുകയും അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം: The method of assigning symbols for elements was developed by. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ, മെൻഡലിയേഫ്, ബെർസീലിയസ്, മോസ്ലി. ശരിയായ ഉത്തരം ബെർസീലിയസ്. മൂലകങ്ങൾക്ക് ചുരുക്കെഴുത്തായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നവയാണ്. മൂലകങ്ങളുടെ ചുരുക്കെഴുത്തിനെയാണ് പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ എന്ന് വിളിക്കുന്നത്. മൂലകങ്ങൾക്ക് ചുരുക്കെഴുത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ബെർസീലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്നും ആറ്റങ്ങളെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലെന്നും ജോൺ ഡാൾട്ടൺ കണ്ടെത്തി. മെൻഡലിയേഫ് ആവർത്തന പട്ടികയുടെ പിതാവ്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് അറിയപ്പെടുന്നത്. മെൻഡലിയേഫ് അന്നറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, അതായത് അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ച് സമാന സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി പീരിയോഡിക് ടേബിൾ രൂപീകരിച്ചു. ഇങ്ങനെ മെൻഡലിയേഫ് മൂലകങ്ങളെ ഏറ്റവും ആദ്യം സമഗ്രമായി വർഗീകരിച്ചു. പിന്നീട് മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അതിൻ്റെ അറ്റോമിക നമ്പറാണെന്ന് കണ്ടെത്തി. അതായത് ഒരു മൂലകം ഏതാണെന്ന് തീരുമാനിക്കുന്നത്, ആ മൂലകത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് അതിൻ്റെ അറ്റോമിക നമ്പറാണെന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ പരിഷ്കരിച്ചാണ് ആധുനിക പീരിയോഡിക് ടേബിൾ, ഇന്ന് നാം കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ രൂപീകരിച്ചത്. മൂന്നാമത്തെ ചോദ്യം:
For which of the following elements the basis of naming is their color? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ മൂലകങ്ങളെയാണ് അവയുടെ നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ്: ക്രോമിയം, ക്യൂറിയം, ക്ലോറിൻ, കോപ്പർ. ക്രോമിയവും ക്ലോറിനുമാണ് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേര് വന്നിരിക്കുന്ന മൂലകങ്ങൾ. അതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ 1 കളർ എന്നർത്ഥമുള്ള ക്രോമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്രോമിയം എന്ന മൂലകത്തിന് പേര് വന്നിരിക്കുന്നത്. അതുപോലെ യെല്ലോയിഷ് ഗ്രീൻ എന്നർത്ഥമുള്ള ക്ലോറോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്ലോറിന് പേര് വന്നിരിക്കുന്നത്. മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ക്യൂറിയത്തിന് പേര് വന്നിരിക്കുന്നത്. അതുപോലെ കോപ്പർ, കുപ്രം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കോപ്പറിന് പേര് വന്നിരിക്കുന്നത്. 4ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് ഫോർ എൻഡോ എനർജിക് റിയാക്ഷൻസ്? എൻഡോ എനർജിക് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ്, അതായത് താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം. കെമിക്കൽ റിയാക്ഷൻ വിച്ച് അബ്സോർബ് ലൈറ്റ്, പ്രകാശം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ എനർജി, താപം, പ്രകാശം, വൈദ്യുതോർജ്ജം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം. രാസപ്രവർത്തനങ്ങളെ പൊതുവെ നമുക്ക് 2ആയി തരംതിരിക്കാം: എൻഡോ എനർജിക് പ്രവർത്തനങ്ങളെന്നും എക്സോ എനർജിക് പ്രവർത്തനങ്ങളെന്നും. രാസപ്രവർത്തന ഫലമായി ഊർജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എൻഡോ എനർജിക് റിയാക്ഷൻസ് എന്നും രാസപ്രവർത്തനത്തിൽ ഊർജം പുറന്തള്ളുന്ന പ്രവർത്തനങ്ങളെ എക്സോ എനർജിക് റിയാക്ഷൻസ് എന്നും വിളിക്കാം. താപം, പ്രകാശം, വൈദ്യുതി ഇവയെല്ലാം ഊർജ്ജരൂപങ്ങളാണല്ലോ, വിവിധ ഊർജ്ജരൂപങ്ങളാണല്ലോ. അതിനാൽ എൻഡോ എനർജിക് റിയാക്ഷൻസ് എന്നുള്ളതിൽ നമുക്കെല്ലാം വരും. താപോർജ്ജം, പ്രകാശോർജ്ജം, വൈദ്യുതോർജ്ജം ഇവയെല്ലാം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് എൻഡോ എനർജിക് പ്രവർത്തനം എന്ന് വിളിക്കാം. അതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ്. അതിനാൽ ശരിയായ ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്. താപം, പ്രകാശം, വൈദ്യുതോർജ്ജം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് എൻഡോ എനർജിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എൻഡോ തെർമിക് റിയാക്ഷൻസ് എന്നും പ്രകാശം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നുമാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീചാർജബിൾ സെൽ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജ് ചെയ്യാവുന്ന സെൽ ഏതാണ്? ഓപ്ഷൻസ്: ഡ്രൈ സെൽ, ലെഗ്രാൻഷെ സെൽ, നിക്കൽ കാഡ്മിയം സെൽ, മെർക്കുറി സെൽ. തന്നിരിക്കുന്നവയിലെല്ലാം രാസോർജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ശരിയായ ഉത്തരം നിക്കൽ കാഡ്മിയം സെൽ. എമർജൻസിയിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമെല്ലാം ഉപയോഗിക്കുന്ന സെല്ലാണിത്. സെല്ലുകളെ നമുക്ക് 2ആയി തരംതിരിക്കാം: പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലെന്നും. റീചാർജ് ചെയ്യാൻ പറ്റാത്തവയാണ് പ്രൈമറി ബാറ്ററീസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സെൽ. റീചാർജ് ചെയ്യാൻ പറ്റുന്നവയെ സെക്കൻഡറി ബാറ്ററീസ് എന്നും അറിയപ്പെടുന്നു. അതായത് നിക്കൽ കാഡ്മിയം സെൽ ഒരു സെക്കൻഡറി ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സിങ്ക് കാർബൺ സെല്ലാണ് ലെഗ്രാൻഷെ സെൽ. ലെഗ്രാൻഷെ സെല്ലിൻ്റെ പരിഷ്കൃത രൂപമാണ് ഡ്രൈ സെൽ. ടോർച്ച്, പോർട്ടബിൾ റേഡിയോ ഇവയിലെല്ലാം ഉപയോഗിക്കുന്ന ബാറ്ററിയാണിത്. ബട്ടൺ ഷേപ്പിൽ കാണുന്ന ബാറ്ററിയാണ് മെർക്കുറി സെൽ. വാച്ച്, കാൽക്കുലേറ്റർ, ഹിയറിംഗ് എയ്ഡ്, ക്യാമറ ഇവയിലെല്ലാം ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് മെർക്കുറി സെൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് എലമെൻറ്റ്സ് ഹാവ് പോളി അറ്റോമിക് മോളിക്യൂൾ? താഴെ തന്നിരിക്കുന്ന മൂലക ജോഡികളിൽ ബഹു അറ്റോമിക തന്മാത്രയുള്ളത് ഏതിലാണ്? ഓപ്ഷൻസ്: ഫോസ്ഫറസ് ആൻഡ് ആർഗൺ, ഹൈഡ്രജൻ ആൻഡ് സൾഫർ, ഓക്സിജൻ ആൻഡ് സെനോൺ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ.
ശരിയായ ഉത്തരം ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഫോസ്ഫറസ് 4 ആറ്റങ്ങൾ കൂടിച്ചേർന്ന് P4 തന്മാത്രയായിട്ടും സൾഫർ 8 ആറ്റങ്ങൾ കൂടിച്ചേർന്ന് S8 തന്മാത്രയായിട്ടുമാണ് കാണപ്പെടുന്നത്. മൂലകങ്ങൾ പ്രകൃതിയിൽ കാണപ്പെടുന്നതിനനുസരിച്ച് അവയെ ഏകാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾസ്, ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾസ്, പോളി അറ്റോമിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. ലോഹങ്ങളും കാർബണും അലസവാതകങ്ങളും ഏകാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ക്ലോറിൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള അലോഹങ്ങളെല്ലാം ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഓക്സിജൻ O2 എന്ന അവസ്ഥയിലാണ് കാണുന്നത്. നൈട്രജൻ ആണെങ്കിൽ N2, ഹൈഡ്രജൻ H2, ക്ലോറിൻ Cl2 എന്നിങ്ങനെ. തന്നിരിക്കുന്നവയിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഫോസ്ഫറസ് ആൻഡ് ആർഗൺ, അതിൽ ഫോസ്ഫറസ് ബഹു ആറ്റോമിക തന്മാത്രയാണെങ്കിലും ആർഗൺ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്, കാരണം അതൊരു അലസവാതകമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഹൈഡ്രജൻ ആൻഡ് സൾഫർ, സൾഫർ ബഹു അറ്റോമിക തന്മാത്രയാണെങ്കിലും ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഓക്സിജൻ ആൻഡ് സെനോൺ, ഓക്സിജൻ ദ്വയാറ്റോമിക തന്മാത്രയായിട്ടും സെനോൺ ഏകാറ്റോമിക തന്മാത്രയുമായിട്ടാണ് കാണുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്? തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏതിനാണ് ദ്രവണാങ്കം ഏറ്റവും കുറവ്? ഓപ്ഷൻസ് പൊട്ടാസ്യം, ലിത്തിയം, ഗാലിയം, സിങ്ക്. ശരിയായ ഉത്തരം ഗാലിയം. 29.76 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗാലിയത്തിൻ്റെ ദ്രവണാങ്കം. അതായത് ശരീര താപനിലയിൽ പോലും അത് ഉരുകുന്നു. കയ്യിലെടുത്തു പിടിച്ചാൽ മതി അതുരുകും എന്നാണ് ഗാലിയത്തെപ്പറ്റി, അന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത ഗാലിയത്തെപ്പറ്റി മെൻഡലിയേഫ് പ്രവചിച്ചത്. പൊട്ടാസ്യം വളരെ മൃദുവായിട്ടുള്ള ഒരു ലോഹമാണ്. വളരെ തീവ്രമായ പ്രവർത്തനശേഷിയുള്ള പൊട്ടാസ്യം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിത്തിയം. ഇവയേക്കാൾ പ്രവർത്തനശേഷി കുറവുള്ള ലോഹമാണ് സിങ്ക്. വെള്ളവുമായി പ്രവർത്തനമില്ലെങ്കിലും നേർപ്പിച്ച ആസിഡുമായി വളരെ തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ പുറന്തള്ളുന്ന ലോഹമാണ് സിങ്ക്. അടുത്ത ചോദ്യം, ഫോർ ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 19, the 19th electron will occupy which shell? അറ്റോമിക സംഖ്യ 19 മൂലകത്തിൽ 19ാമത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് K, L, M, N. ശരിയായ ഉത്തരം N. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി എഴുതണമെങ്കിൽ ആറ്റം ഘടനയെപ്പറ്റി നിങ്ങൾക്കറിഞ്ഞിരിക്കണം. ആറ്റത്തിന് ഒരു കേന്ദ്രഭാഗമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണുകളും പ്രോട്ടോണുകളുമാണുള്ളത്. ന്യൂക്ലിയസിന് പുറത്ത് വിവിധ ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഷെൽ അഥവാ ഓർബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. K, L, M, N എന്നിവയാണ് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന വിവിധ ഷെല്ലുകൾ. K ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക. Lൽ 8ഉം Mൽ 18ഉം Nൽ 32ഉം ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഓരോ ഷെല്ലിലും എത്രമാത്രം ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാമെന്നത് 2n² എന്നുള്ള സമവാക്യം വെച്ച് നമുക്ക് കണ്ടെത്താം. ഇവിടെ n എന്നത് ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അതായത് K ഷെല്ലിൽ n = 1, ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് K ഷെല്ലിൽ n = 1, അതായത് 2 × 1² = 2 ഇലക്ട്രോണുകൾ. L ഷെല്ലിൽ 2 × 2² = 8 ഇലക്ട്രോണുകൾ എന്നിങ്ങനെ ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും.
അറ്റോമിക നമ്പർ 19 മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഈ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 2, 8, 9 എന്ന് വരും. എന്നാൽ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരിക്കലും, ബാഹ്യതമ ഷെല്ല് എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെൽ, അവസാന ഷെൽ, അതിലൊരിക്കലും 8 ഇലക്ട്രോണുകളിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം നമ്മൾ എഴുതുന്നത് 2, 8, 8, 1 എന്നാണ്. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അതായത് ഇതിലെ ഈ മൂലകത്തിലെ 19ാമത്തെ ഇലക്ട്രോൺ എൻ ഷെല്ലിലാണ് വന്നു ചേരുന്നത്. അതിനാൽ ശരിയായ ഉത്തരം 4, എൻ ഷെൽ. അടുത്ത ചോദ്യം, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 5 മോളിക്യൂൾസ് ഓഫ് പ്രൊപ്പെയിൻ? പ്രൊപ്പെയിൻ്റെ 5 തന്മാത്രകളിൽ എത്ര ആറ്റങ്ങളുണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഓപ്ഷൻസ് 8, 40, 30, 20. CH3, CH2, CH3. അതായത് C3H8 എന്നാണ് പ്രൊപ്പെയിൻ്റെ തന്മാത്രാ സൂത്രം. അതിനാൽ പ്രൊപ്പെയിൻ്റെ ഒരു തന്മാത്രയിൽ 8 ഹൈഡ്രജൻ ആറ്റങ്ങളാണുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5 തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ടെന്നാണ്. ഒരു തന്മാത്രയിൽ 8 ഹൈഡ്രജൻ ആറ്റങ്ങളായതുകൊണ്ട് 5 തന്മാത്രകളിൽ 5 × 8 40 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ പ്രസ്താവന തിരിച്ചറിഞ്ഞെഴുതുക. ടെഫ്ലോൺ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. റയോൺ ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. റയോൺ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്നു. ടെറിലിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിയെസ്റ്റർ. ടെറിലിൻ പോളിയെസ്റ്ററിന് ഒരു ഉദാഹരണമാണ്. മെലാമിൻ ഈസ് എ തെർമോപ്ലാസ്റ്റിക്. മെലാമിൻ ഒരു തെർമോപ്ലാസ്റ്റിക് ആണ്. തന്നിരിക്കുന്നവയിൽ മെലാമിൻ ഈസ് എ തെർമോപ്ലാസ്റ്റിക്, മെലാമിൻ ഒരു തെർമോപ്ലാസ്റ്റിക് ആണ് എന്നതാണ് തെറ്റായ ഉത്തരം. മെലാമിൻ തെർമോപ്ലാസ്റ്റിക് അല്ല, മെലാമിൻ ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. എന്താണ് തെർമോപ്ലാസ്റ്റിക്? ചൂടാക്കുമ്പോൾ മൃദുവാകുന്നതും തണുപ്പിക്കുമ്പോൾ വീണ്ടും ഹാർഡാവുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസാണ് തെർമോപ്ലാസ്റ്റിക്. PVC, പോളിയെത്തീൻ ഇതെല്ലാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, PVC പൈപ്പ് ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവുന്നു, തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഹാർഡായിട്ട് മാറുന്നു. ഇങ്ങനെ ചൂടാക്കുമ്പോൾ മൃദുവാവുന്നതും തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഹാർഡായി മാറുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം മെലാമിൻ ഒരു തെർമോപ്ലാസ്റ്റിക് അല്ല, മെലാമിൻ ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പോളിയെസ്റ്ററൊക്കെ പോലെ ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് മെലാമിൻ. ബാക്കി ഓപ്ഷൻസൊക്കെ നോക്കൂ. ടെഫ്ലോൺ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. ശരിയാണത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ പുറമേ കാണുന്ന കോട്ടിംഗ് ടെഫ്ലോൺ എന്നുള്ള പോളിമർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. റയോൺ ആണ് കൃത്രിമ പട്ട്. ടെറിലിൻ പോളിയെസ്റ്ററിന് ഒരു ഉദാഹരണമാണ്. അതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വിച്ച് ഈസ് ദ അൺഹൈഡ്രൈഡ് ഓഫ് HNO3? HNO3യുടെ അൺഹൈഡ്രൈഡ് ഏതാണ്? ഓപ്ഷൻസ് NO2, N2O5, N2O3, NO. ശരിയായ ഉത്തരം N2O5 അല്ലെങ്കിൽ നൈട്രജൻ പെൻറ്റോക്സൈഡ്. ഒരു ആസിഡ് തന്മാത്രയിൽ നിന്ന് ജല തന്മാത്ര നീക്കം ചെയ്താൽ കിട്ടുന്നതാണ് അതിൻ്റെ അൺഹൈഡ്രൈഡ്. 2 HNO3, 2 നൈട്രിക് ആസിഡ് തന്മാത്രകളിൽ നിന്ന് ജലതന്മാത്ര നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് N2O5 എന്ന തന്മാത്ര കിട്ടുന്നത്. അപ്പോൾ N2O5 ആണ് HNO3യുടെ അൺഹൈഡ്രൈഡ്.